ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഇതിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ സ്നോഫ്ലേക്ക്. സ്നോഫ്ലേക്ക് ഡിസീസ് എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അതുപോലെ തന്നെ ടൈമിനനുസരിച്ചും വേരി ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്നോഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെള്ളത്തിൽ കിടക്കുന്ന ഐസ് കട്ടകൾ പോലെ. അതിങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ലേ, അതുപോലെ ഇതിന്റെ സിംറ്റംസും അതും എല്ലാം ഇങ്ങനെ ടൈമിനനുസരിച്ച് മാറും. അതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സ്നോഫ്ലേക്ക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ആണ്. ഇതിൽ കാണുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 and 5 എന്ന് പറയുന്നുണ്ട്. ടൈപ്പ് 2 and 5. ഇനി രണ്ട് ഇപ്പൊ MCQലൊക്കെ ചോദിക്കുവാണെങ്കിൽ 5 ആയിരിക്കും നമ്മൾ കൂടുതൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ടൈപ്പ് 2 കാട്ടി 5 ആയിരിക്കും. അല്ലാതെ നമ്മൾ എഴുതുമ്പോൾ ടൈപ്പ് 2 and 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഈ മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ കോസ് ഓഫ് അക്യൂട്ട് ഇവോൾവിംഗ് ഫറ്റീഗബിൾ വീക്ക്നെസ്. ഫറ്റീഗബിൾ വീക്ക്നെസിന്റെ മോസ്റ്റ് കോമൺ കോസ് ആണ് ഫറ്റീഗബിൾ വീക്ക്നെസ്. ഓക്കെ, പിന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഒക്കുലർ മസിൽസ്, ഫേഷ്യൽ മസിൽസ്, അതുപോലെ തന്നെ ബൾബാർ മസിൽസ്. ബൾബാർ എന്ന് പറയുമ്പോൾ മറ്റേ സോഫ്റ്റ് പാലറ്റ്, ഫാരിങ്സ്, അവിടെയൊക്കെയുള്ള മസിൽസ്. ഓക്കെ, ഒക്കുലർ, ഫേഷ്യൽ, ബൾബാർ മസിൽസ്. ഇത് ഓർത്ത് വെച്ചേക്കണേ. ഇതനുസരിച്ച് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചർ പറയുന്നത്. ഇനി ഇതിന്റെ പത്തോഫിസിയോളജി ജസ്റ്റ് പറയുവാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മുടെ ന്യൂറോൺ, മോട്ടർ ന്യൂറോൺ, ഇത് മസിലാണ്. അപ്പം ഇതെന്ന് പറയുന്നതാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, അപ്പം ഈ മോട്ടോർ ന്യൂറോണിന്റെ അകത്തോട്ട് ഒരു സ്റ്റിമുലസ് വരുന്നു. അപ്പം ഈ സ്റ്റിമുലസ് വരുമ്പോൾ ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഇവിടുത്തെ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരു കാൽഷ്യം ഇൻഫ്ലക്സ് ഉണ്ടാവുന്നു. ഈ കാൽഷ്യം ഈ അസറ്റൈൽ കൊളൈൻ റിസപ്റ്ററുമായിട്ട് ചേർന്നിട്ട് ഈ മെംബ്രെയിൻ, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിന്റെ അകത്തോട്ട് ഫ്യൂസ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ അസറ്റൈൽ കൊളൈനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നു. അത് കാൽഷ്യം ചാനൽസിനെ ഓപ്പൺ ചെയ്യിച്ച് കാൽഷ്യം അകത്ത് കയറ്റുന്നു. കാൽഷ്യം അസറ്റൈൽ കൊളൈൻസ് വെസിക്കിൾസിന് ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. ഈ അസറ്റൈൽ കൊളൈൻ ഈ ഇത് കണ്ടോ, റിസപ്റ്റേഴ്സ്, ഈ മഞ്ഞ കളറിൽ കാണുന്നത്, അതിനകത്ത് ആക്ട് ചെയ്തിട്ടാണ് ഈ മസിൽസിന് കൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെയിൻ പത്തോളജി എന്ന് പറഞ്ഞാൽ ആന്റിബോഡി ടു അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സ്. ഓക്കെ, അതാണ് മേജർ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ, ആന്റിബോഡി ടു അസറ്റൈൽ കൊളൈൻ റിസപ്റ്റർ. ഈ അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സിന് കുറെ സബ് യൂണിറ്റ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ. അതിൽ ആൽഫ സബ് യൂണിറ്റിനെതിരെയാണ് ഈ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്റിബോഡീസ് ടു അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സ്, ആൽഫ സബ് യൂണിറ്റ്. ഈ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ഈ റിസപ്റ്ററിന്റെ അകത്ത് കയറി ബൈൻഡ് ചെയ്യും. അപ്പം അസറ്റൈൽ കൊളൈൻ ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈ ആന്റിബോഡീസ് ആണ് ഈ ബ്ലൂയിൽ കാണിക്കുന്നത്. ഈ ആന്റിബോഡീസ് ഈ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കൊളൈൻ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കൊളൈൻ റിസപ്റ്റർ ആന്റിബോഡീസ് ആണ്. ഇനി വേറെ രണ്ട് ആന്റിബോഡീസും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. അടുത്ത ആന്റിബോഡിയാണ് ആന്റിബോഡി ടു മസ്ക്, MUSK. യു സ്മോൾ ആണേ, ബാക്കിയെല്ലാം ക്യാപിറ്റൽ. MUSK എന്ന് പറഞ്ഞാൽ മസിൽ സ്പെസിഫിക് കൈനേസ് എന്ന, അതായത് മസിലിന് സ്പെസിഫിക് ആയിട്ടുള്ള. ഈ മസ്ക് എന്ന് പറഞ്ഞ ഈ ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സിന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ അകത്ത് അതോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് മസ്ക്. അപ്പൊ അതിനെതിരെ ആന്റിബോഡീസ് ഉണ്ടാകും. അതിന്റെ പേരാണ് ആന്റിബോഡി ടു മസ്ക്, മസിൽ സ്പെസിഫിക് കൈനേസ്. ഓക്കെ, ഈ മസിൽ സ്പെസിഫിക് കൈനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആണ്. അത് ഈ റിസപ്റ്റേഴ്സിനെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ബൈൻഡ് ചെയ്യാനും അതിന്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാനും അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെതിരെ ഒരു ആന്റിബോഡീസ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ആന്റിബോഡിയാണ് ആന്റിബോഡി ടു LRP4. LRP4 എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ റിലേറ്റഡ് പ്രോട്ടീൻ 4. ഓക്കെ, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ റിലേറ്റഡ് പ്രോട്ടീൻ, അതാണ് LRP4 എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ ആന്റിബോഡീസ്. ഈ മൂന്ന് ആന്റിബോഡീസ് നമ്മൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം. ആന്റിബോഡി ടു അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സ്, പിന്നെ ആന്റിബോഡി ടു മസ്ക്, പിന്നെ ആന്റിബോഡി ടു LRP4. പിന്നെ കുറെ ആന്റിബോഡീസ് പറയുന്നുണ്ട്, മേജർ ആയിട്ട് ഈ മൂന്നെണ്ണം ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ കുറെ ഡ്രഗ്സ് ലൈക്ക് പെൻസിലാമിൻ ആണ് മോസ്റ്റ് കോമൺലി. പിന്നെ അതുപോലെ തന്നെ അമിനോഗ്ലൈക്കോസൈഡ്, പിന്നെ ക്യൂനലോൺസ്. ഇവരൊക്കെ ഈ മൈസ്തീനിയ ഗ്രേവിസിനെ എക്സാഗ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ്. അമിനോഗ്ലൈക്കോസൈഡും ക്യൂനലോൺസും. പെൻസിലാമിൻ ഇറ്റ് സെൽഫ് കോസ് മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നുണ്ട്, പെൻസിലാമിൻ. അപ്പം ജസ്റ്റ് ഇത്ര ആന്റിബോഡീസ് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഡ്രഗ്സ്. പിന്നെ വേറൊന്നുമാണ് 70% ഈ മയസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ നോക്കുമ്പോൾ അവർ അസോസിയേറ്റ് ചെയ്തു ഒന്നെങ്കിൽ തൈമോമ അല്ലെങ്കിൽ തൈമിക് ഹൈപ്പർപ്ലേസിയ കാണാൻ പറ്റും. മോസ്റ്റ് കോമൺലി തൈമിക് ഹൈപ്പർപ്ലേസിയ ആണ്, അത് കഴിഞ്ഞ് തൈമോമ വരത്തുള്ളൂ. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൈമസ് ഉണ്ടല്ലോ, ഈ തൈമസിന്റെ അകത്ത് കുറെ സെൽസ് ഉണ്ട്.
സെല്ലിന്റെ പേരാണ് മയോയിഡ് സെൽസ്. മയോയിഡ് സെൽസ്. അപ്പൊ ഈ തൈമോമ വരുമ്പോഴത്തേക്കും ഈ സെൽസിന്റെ സർഫസിൽ അല്ലോ ആന്റിജൻ എന്ന് പറഞ്ഞ് കുറെ ആന്റിജൻ പ്രസന്റ് ചെയ്യും. അതിനെതിരെ ഈ തൈമസ് കുറെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, തൈമോമയോ അല്ലെങ്കിൽ തൈമിക് ഹൈപ്പർപ്ലേസിയ ഒക്കെ വരുമ്പോൾ. അപ്പം ഈ അല്ലോ ആന്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ അസറ്റൈക്കോളിൻ റിസപ്റ്ററിന് മോളിക്കുലർ മിമിക്രി കാണിക്കും. അതായത് ഈ അസറ്റൈക്കോളിൻ റിസപ്റ്ററിന്റെ സെയിം അതേ എന്തുവാ പ്രോട്ടീൻസ് കൊണ്ടാണ് ഈ അല്ലോ ആന്റിജൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ആന്റിബോഡി നിർമ്മിക്കുമ്പോൾ അത് ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിന്റെ അകത്തും ചെന്ന് ഡിസ്ട്രക്ട് ചെയ്യും. മനസ്സിലായോ? തൈമസിലുണ്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലോ? ഇടയ്ക്കൊന്ന് മൂളി കേട്ടോ, കട്ടായി പോയാൽ അറിയത്തില്ല. മനസ്സിലായോ? അത് തൈമസിന്റെ തൈമോമയിലാണെങ്കിൽ തൈമസിന്റെ പുറത്ത് മയോയിഡ് സെൽസ് എന്ന് പറഞ്ഞ കുറെ സെൽസ് ഉണ്ട്. അതിന്റെ സർഫസിലുള്ള അല്ലോ ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തൈമോമയിൽ അല്ലോ ആന്റിജനെതിരെ ആന്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആന്റിബോഡീസ് നമ്മുടെ ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിനകത്തും വന്ന് ഡിസ്ട്രക്ട് ചെയ്യും. കാരണം ഈ അല്ലോ ആന്റിജനും അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിനും സെയിം മോളിക്കുലർ മിമിക്രിയാണ്. ഒരേ പ്രോട്ടീൻസ് കൊണ്ടാണ് അവർ രണ്ടുപേരും നിർമ്മിച്ചിരിക്കുന്നത്, അല്ലോ ആന്റിജനും അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സ്. അപ്പൊ തൈമോമ ഇതിന്റെ ഒരു മോസ്റ്റ് കോമൺ കോസ് ആണ്. ഓക്കെ, അപ്പം ആ 3 ആന്റിബോഡീസ് ഓർത്ത് വെക്കുക, പിന്നെ ഡ്രഗ്സ്, പിന്നെ തൈമോമ. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഫീച്ചർ ആണ് പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൽസിലും വരാം, ഫീമെയിൽസിലും വരാം. ഫീമെയിൽസിൽ എന്ന് പറയുമ്പോൾ യങ് ഏജിലായിരിക്കും അവർക്ക് വരുന്നത്. ഫീമെയിൽസിൽ യങ് ഏജിലും, മെയിൽസിലാണെങ്കിൽ ഓൾഡർ ഏജിലും ആയിരിക്കും മയസ്തീനിയ ഗ്രേവിസ് വരാൻ ചാൻസ്. ഓക്കെ, യങ് ഫീമെയിൽസ് ആൻഡ് ഓൾഡർ മെയിൽസ്. ഈ മോസ്റ്റ് കോമൺ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലോ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് എന്തോ ഫറ്റീഗബിൾ വീക്ക്നെസ്. അപ്പം ഫറ്റീഗബിൾ മസിൽ വീക്ക്നെസ് ആണ് ഇതിന്റെ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഫറ്റീഗബിൾ മസിൽ വീക്ക്നെസ്, അതായത് മസിൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മസിൽ അങ്ങ് വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതിന് വാക്സിങ് ആൻഡ് വെയിനിങ് കോസ് എന്ന് പറയും. വാക്സിങ് ആൻഡ് വെയിനിങ് കോസ് ഉള്ള ഒരു ഡിസീസ് ആണ് മയസ്തീനിയ ഗ്രേവിസ്. ഓക്കെ, ഇത് വേഴ്സൺ ചെയ്യുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആയിരിക്കും. വേഴ്സണിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അതായത് രാവിലെ പേഷ്യന്റ് കുഴപ്പമൊന്നുമില്ല, വൈകിട്ടാകുമ്പോഴത്തേക്ക് പേഷ്യന്റ് തളർന്നു പോകും, ഭയങ്കര ഫറ്റീഗ് അടിച്ചു. ഓക്കെ, പിന്നെ ഇവിടെ സെൻസറി ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, നോ സെൻസറി സൈൻസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പം ഞാൻ നേരത്തെ 3 സാധനം ഓർക്കണമെന്ന് പറഞ്ഞില്ലേ, ഒക്കുലാർ, ഫേഷ്യൽ, ബൾബാർ. ഈ ഓർഡറിലാണ് ഈ മസിൽസിനെ ഇൻവോൾവ് ചെയ്യുന്നത്. ഒക്കുലാർ നമുക്ക് ആദ്യം നോക്കാം. ഒക്കുലാർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ്ട്രാ ഒക്കുലാർ മസിൽസിന്റെ അവിടുത്തെ ഈ ന്യൂറോമസ്കുലർ എൻഡോപ്ലേറ്റിനെ അഫക്ട് ചെയ്തിട്ട്, ഇവിടെ ഒരു കാര്യം ആയിരിക്കണം, ഇവിടെ നെർവിന് പ്രശ്നമൊന്നുമില്ല, ഈ ഇവിടെ ജംഗ്ഷനിലാണ്, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനകത്താണ് എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത്. ഓക്കെ, നെർവ്സിന് ഒരു പ്രശ്നമില്ല, നെർവ് കണ്ടക്ഷൻ ഒക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഒക്കുലാറിന്റെ അത് നമ്മൾ നോക്കുമ്പോൾ ടോസിസ് ആണ് ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് സിംറ്റംസ് എന്ന് പറയുന്നത്. ടോസിസ് ആണ്. ഈ ടോസിസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒക്കുലാർ മസിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അത് എന്ന് പറയുന്നത്. ടോസിസ് ഇന്റർമിറ്റന്റ് ആണ്, ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ, അതും അസിമെട്രിക്കൽ ആണ്, അതായത് ഒരു കണ്ണിനെ ടോസിസ് വരത്തുള്ളൂ. അസിമെട്രിക്കൽ ആൻഡ് ഇന്റർമിറ്റന്റ് ടോസിസ്, ഇതാണ് ഫസ്റ്റ് സിംറ്റം ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ. ഓക്കെ, ഇപ്പൊ ടോസിസ്, ഡിപ്ലോപ്പിയ. ഇപ്പൊ നമ്മുടെ ഒക്കുലാർ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ ഫേഷ്യൽ മസിൽസ് എന്ന് പറയുമ്പോൾ ചൂയിങ് മസിൽ വീക്ക്നെസ്, അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഫുഡൊക്കെ ഇവർക്ക് ചവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ചൂയിങ് മസിൽ വീക്ക്നെസ്, ചൂയിങ് മസിൽസിന്റെ വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നെയ്സൽ ട്വാങ്, അതായത് നമുക്ക് മൂക്കൊക്കെ അടച്ചിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഇതല്ലേ, അതുപോലെ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സോഫ്റ്റ് പാലറ്റ് വീക്കനിങ് ആണ്. ഓക്കെ, അതായത് മയസ്തീനിയ സോഫ്റ്റ് പാലറ്റിനെ അഫക്ട് ചെയ്ത് സോഫ്റ്റ് പാലറ്റ് വീക്ക് ചെയ്യുമ്പോഴാണ് നേസൽ ട്വാങ്. പിന്നെ നേസൽ റീഗർജിറ്റേഷൻ ഉണ്ടാവും. നേസൽ ട്വാങ്, നേസൽ റീഗർജിറ്റേഷൻ വരുമ്പോൾ എന്തുണ്ടാവും? ആസ്പിറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം മൂക്കിന്റെ 2 കാര്യം പറഞ്ഞു, നേസൽ ട്വാങ്, നേസൽ റീഗർജിറ്റേഷൻ, ആസ്പിറേഷൻ. ഇനി ഡിസ്ഫേജിയ യൂഷ്വലി നമ്മൾ ഡിസ്ഫേജിയ പറയുന്നത് എന്തോ ഈസോഫാഗസിനെ അഫക്ട് ചെയ്യുന്ന, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസിനെ അഫക്ട് ചെയ്തല്ല. കാരണം ഈസോഫാഗസിന്റെ എന്തോ സ്മൂത്ത് മസിലൊക്കെ കൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓറോഫാരിങ്സിന്റെ മസിൽസ് പാരാലിസ് ചെയ്യുന്നു, അതായത് ഫാരിങ്സ്, സോഫ്റ്റ് പാലറ്റ് അവിടത്തേക്ക് മസിൽസ് പാരാലിസ് ചെയ്യുന്നുണ്ടായി ഇവിടെ ഡിസ്ഫേജിയ വരുന്നത്. അതുകൊണ്ട് ഇതിന് ഓറോഫാരിഞ്ചൽ ഡിസ്ഫേജിയ എന്ന് പറയും. ഇവിടെ ഈസോഫാഗസിന് ഒരു പ്രോബ്ലം ഇല്ല, വേറെയുള്ള ഓക്കെ മൗത്തിനും അതുപോലെ തന്നെ സോഫ്റ്റ് പാലറ്റിനകത്തുള്ള മസിൽസിനാണ് വീക്ക്നെസ്. ഓക്കെ, പിന്നാണ് ഡിസാർത്രിയ എന്ന് വെച്ചാൽ അൺക്ലിയർ സ്പീച്ച്. അതെന്ന് പറഞ്ഞാൽ മസിൽസ് ഓഫ് വോക്കൽ കോഡിനെ അഫക്ട് ചെയ്തിട്ട്
മസിൽസ് ഓഫ് വോക്കൽ കോഡിനെ ഈ മയസ്തീനിയ ഗ്രേവിസ് അഫക്ട് ചെയ്യുമ്പോഴാണ് ഡിസാർത്രിയ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫേഷ്യലിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫേഷ്യലിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ചൂയിങ് മസിൽസിന്റെ അത് പറഞ്ഞു. അത് ചൂയിങ് മസിൽ വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ നെയ്സൽ ട്വാങ്, നെയ്സൽ റീഗർജിറ്റേഷൻ, ആസ്പിറേഷൻ, അതൊക്കെ. പിന്നെ ഇത് ഈസോഫാഗസിന്റെ അകത്തോട്ട്, ഈസോഫാഗസ് അല്ല മൗത്തിലോട്ട് വരുമ്പോൾ ഡിസ്ഫേജിയ വരും. ഓറോഫാരിഞ്ചൽ ഡിസ്ഫേജിയ വോക്കൽ കോഡിനെ അഫക്ട് ചെയ്യുമ്പോൾ ഡിസാർത്രിയ. ഓക്കെ, അപ്പം ഒക്കുലാർ ആയി, ഫേഷ്യലായി, ബൾബാർ ആയി. ബൾബാർ മസിൽസ് ആണ് ഈ സോഫ്റ്റ് വാലറ്റ്, മൗത്ത് എല്ലാം പറഞ്ഞു. ഓക്കെ, ഇനി പറയുന്നതെന്ന് വെച്ചാല് എന്താണ് പറഞ്ഞു? അല്ല, കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചേ. പറഞ്ഞു. ഇനി ഡീപ് ടെൻഡൻ റിഫ്ലക്സ്. ഈ ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ഗില്ലൻ-ബാരി സിൻഡ്രോമിൽ എന്തായിരുന്നു? ആബ്സെന്റ് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ കൺസർവ്ഡ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് ആന്ന് പറയും കേട്ടോ. ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ആർ പ്രിസർവ്ഡ്. നീ ജർക്ക്, ആംഗിൾ ജർക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവരെ അഫക്ട് ചെയ്യുന്നത് ഹിപ്പ് ജോയിന്റും അതുപോലെ ഷോൾഡർ ജോയിന്റ് ഒക്കെയാണ്. നമ്മുടെ ഗേർഡിൽസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ ലാസ്റ്റ് ആണ് അഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒക്കുലാർ, ഫേഷ്യൽ, ബൾബാർ ഇതിനെല്ലാം അഫക്ട് ചെയ്ത് ലാസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ് ജോയിന്റ് മാനിഫെസ്റ്റേഷൻ. ലേറ്റർ കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ മയസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യൻസ് മരിക്കാൻ കാരണം എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഫെയിലർ കാരണം. റെസ്പിറേറ്ററി മസിൽസ് ഒക്കെ പാരാലിസ് ചെയ്തു. ഓക്കെ, റെസ്പിറേറ്ററി ഫെയിലർ കാരണമാണ് ഡെത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് മോസ്റ്റ് കോമൺ സിംറ്റംസ് ഏതാന്ന് പറഞ്ഞേ? ഫറ്റീഗബിൾ മസിൽ വീക്ക്നെസ്, മറന്നു പോകരുത്. ഓക്കെ, മസിൽ ഭയങ്കര വീക്ക് ആവും, വാക്സിൻ വെയിനിങ് കോഴ്സ്, പിന്നെ വേഴ്സണിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, വൈകിട്ടായിരിക്കും എല്ലാ പ്രശ്നങ്ങളും. പിന്നെ സെൻസറി സയൻസിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഏറ്റവും ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ടോസിസ് ആണ്. പിന്നെ ഡിപ്ലോപ്പിയ. ഓക്കെ, പിന്നെ ചൂയിങ് മസിൽ വീക്ക്നെസ്, നേസൽ ടാങ്, നേസൽ റീഗർജിറ്റേഷൻ, ആസ്പിറേഷൻ, അങ്ങനത്തെ സംഭവമൊക്കെ. പിന്നെ ഡിസാർത്രിയ. പിന്നെ ഡീപ് ടെൻഡൻ റിഫ്ലക്സ് ഓർത്തിരിക്കണം, പ്രിസർവ്ഡ് ആണ്. ഏറ്റവും ലേറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹിപ്പ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്തോട്ട് പോവാണേ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറെ ആന്റിബോഡീസ് ഉണ്ടാവുന്നുണ്ട്. ആ 3 ആന്റിബോഡീസ് പറയൂ. Antibodies to the acetylcholine receptors, Antibodies to MuSK, antibodies. ഇത് 3 എണ്ണം എഴുതണം. ഇതിൽ ഏറ്റവും കൂടുതൽ 85% നമ്മൾ കാണുന്നത് അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആന്റിബോഡീസ് ആണ്. അതുകൊണ്ട് അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആന്റിബോഡീസ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ പേഷ്യന്റ് എത്രമാത്രം സിവിയറിറ്റി ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആന്റിബോഡി വെച്ച് പറ്റത്തില്ല. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആന്റിബോഡി ഇല്ലെന്ന് വെച്ചിട്ട് അവർക്ക് മയസ്തീനിയ ഗ്രേവിസ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ആണ് സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫി. സിംഗിൾ ഫൈബർ ഇലക്ട്രോൺ മയോഗ്രഫി ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മസിൽ എടുക്കുക, ഒറ്റ ഒരു മസിൽ ഫൈബർ എടുത്തിട്ട് അതിന് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ കൺട്രാക്ഷൻസ് നമ്മൾ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കൺഫർമേറ്ററി ആണ്. അതായത് നമ്മൾ ഒരു ആന്റിബോഡി പോസിറ്റീവും പ്ലസ് സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫിയുടെ റിസൾട്ടും ഉണ്ടെങ്കിൽ ഇവർക്ക് മയസ്തീനിയ ഗ്രേവിസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ സിംഗിൾ ഫൈബർ ഇലക്ട്രോൺ മയോഗ്രഫി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺട്രാക്ഷൻ കുറയുന്നതായിട്ടായിരിക്കും കിട്ടുന്നത്. മസിൽസിന്റെ കൺട്രാക്ഷനുള്ള ആംപ്ലിറ്റ്യൂഡ് കുറവായിട്ട് കാണിച്ചു തരാം. ഇതാണ്. അതായത് ഫസ്റ്റ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്, പിന്നെ നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോഴത്തേക്കും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതാണ് സിംഗിൾ ഫൈബർ ഇലക്ട്രോമയോഗ്രഫി. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺട്രാക്ഷൻ ഡിക്രീസസ്. ഓക്കെ, ഇത് മറക്കരുത്. ഇതും ആന്റിബോഡീസ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ കൺഫർമേറ്ററി ആണ്. ഓക്കെ, ഇനി അടുത്താണ് റെപ്പറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ ടെസ്റ്റ്. റെപ്പറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ ടെസ്റ്റ് അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മസിൽസിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് ആ മസിൽ കൺട്രാക്ഷന്റെ റെസ്പോൺസ്. ഈ സിംഗിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒറ്റ റെസ്പോൺസേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കും. അപ്പൊ നോർമലി ഒരു പേഷ്യൻസിന്റെ അത് ഒരു നമ്മൾ കൊടുക്കുന്നതോറും അത് അതേപോലെ തന്നെ നിൽക്കുക ചെയ്യേണ്ട. പക്ഷെ ഈ മയസ്തീനിക് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിക്രിമെന്റൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്രിമെന്റൽ റെസ്പോൺസ് കിട്ടുന്ന ഇവിടെ റെപ്പറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിക്രിമെന്റൽ റെസ്പോൺസ്, അതായത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടെസ്റ്റ് ആണ് എഡ്രോഫോണിയം ടെസ്റ്റ്. ഇത് പണ്ട് യൂസ് ചെയ്യുന്ന, ഇപ്പൊ യൂസ് ചെയ്യത്തില്ലെന്നാ തോന്നുന്നത്. എഡ്രോഫോണിയം ടെസ്റ്റ്, ഫോണിയം അല്ലെങ്കിൽ ഇതിന്റെ വേറെ പേരാണ് ടെൻസിലോൺ ടെസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേരാണ് ആന്റികൊളൈൻ എസ്റ്ററേസ് ടെസ്റ്റ്. ഓക്കെ,
ഇതെന്ന് പറഞ്ഞാൽ ആന്റികോളിൻ എസ്ട്രേസ് എന്തോ ചെയ്യുന്ന ഈ അസറ്റൈൽ കൊളിൻ, ഈ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലുള്ള അസറ്റൈൽ കൊളിനൊക്കെ ആക്ഷൻ കഴിയുമ്പോൾ അത് ഡീഗ്രേഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം ഈ ആന്റി അസറ്റൈക്കോളിൻ എസ്ട്രേസ്, അതായത് ഈ അസറ്റൈക്കോളിൻ എസ്ട്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ, അതാണ് ഈ എഡ്രോഫോണിയം ഒക്കെ. ഈ എഡ്രോഫോണിയം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്ടിങ് ആന്റികോളിൻ എസ്ട്രേസ് ആണ്. ആന്റികോളിൻ എസ്ട്രേസ് ഓക്കെ, അതായത് ഈ എൻസൈംസിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ അസറ്റൈക്കോളിന്റെ ഡീഗ്രഡേഷൻ കുറയും, നമുക്ക് കൂടുതൽ സമയം അസറ്റൈക്കോളിൻ അവിടെ നിർത്താൻ പറ്റും ആ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ. അപ്പം ഈ എഡ്രോഫോണിയം ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ടോസിസ് ഉള്ള ഒരു പേഷ്യന്റ് വരിക. ഓക്കെ, ആ ടോസിസ് ഉള്ള പേഷ്യൻസ്, അപ്പൊ നമ്മൾ അവരോട് പറയുക അപ്വേർഡ് ഗേസ്, അതായത് മുകളിലോട്ട് നോക്കിയിരിക്കാൻ പറയും. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ് നോക്കിയിരിക്കാൻ പറയും. ഇവർ ഈ മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ഇൻട്രാവീനസ് ആയിട്ട് 10 മില്ലിഗ്രാം എഡ്രോഫോണിയം കൊടുക്കുന്നു IV ആയിട്ട്. ഓക്കെ, ഈ 10 മില്ലിഗ്രാം ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കരുത്, കാരണം ഒറ്റയടിക്ക് കൊടുത്താൽ കോളിനർജിക് ക്രൈസിസ് വരും. കോളിനർജിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അസറ്റൈക്കോളിൻ കൂടുമല്ലോ, എന്നിട്ട് നമ്മുടെ സാധനം സ്ലഡ്ജ്, എന്തോ സ്ലഡ്ജ് സലൈവേഷൻ കൂടുന്നു, ലാക്രിമേഷൻ കൂടുന്നു, അതുപോലെ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ, പിന്നെ ഡീഫിക്കേഷൻ, ഡയറിയ, ആ സംഭവം. പിന്നെ GI കോംപ്ലിക്കേഷൻസ് ഒക്കെ. ഐ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചാൽ മയോസിസ് ആണ്. ഓക്കെ, അപ്പം അതായത് 10 മില്ലിഗ്രാം ഒറ്റയടിക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ പറഞ്ഞ ഈ സ്ലഡ്ജിന്റെ ഈ ഫീച്ചേഴ്സ് എല്ലാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു 2 മില്ലിഗ്രാം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ടോസിസ് നോക്കും. ഇവരിപ്പോ മുകളിലോട്ട് നോക്കിയിരിക്കുവാണല്ലോ, അപ്പൊ നമ്മൾ ഈ ടോസിസ് നോക്കുമ്പോൾ ടോസിസ് ആദ്യം കുറഞ്ഞു വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആബ്സെന്റ് ആവും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും റീഅപ്പിയർ ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മൾ ഈ എഡ്രോഫോണിയത്തിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു 5 മിനിറ്റേ നിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ കൊടുത്ത ആദ്യം എന്ത് ചെയ്യും, ടോസിസ് കുറഞ്ഞോണ്ടിരുന്നു, പിന്നെ അത് ആബ്സെന്റ് ആയി. പിന്നെ ഈ 5 മിനിറ്റ് കഴിയുമ്പോഴാണ്, അതായത് ഇതിന്റെ ആക്ഷൻ തീർന്നു കഴിയുമ്പോൾ വീണ്ടും ടോസിസ് വരും. കുറച്ച് സമയത്തേക്ക് മാത്രം നമുക്ക് ഈ ടോസിസിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താം. മനസ്സിലായോ? അതായത് മയസ്തീനിയ ഉള്ള ഒരു പേഷ്യന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ എഡ്രോഫോണിയം കൊടുത്തപ്പോൾ ഈ ടോസിസ് കുറഞ്ഞ് ആബ്സെന്റ് ആയിട്ട് പിന്നെ ഇതിന്റെ ആക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും റീഅപ്പിയർ ചെയ്തത്. മനസ്സിലായോ? ഹലോ, മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ? ഇതാണ് എഡ്രോഫോണിയം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 മില്ലിഗ്രാം നമ്മൾ കൊടുത്തിട്ട് ടോസിസ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ടോസിസ് ഇംപ്രൂവ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ 8 മില്ലിഗ്രാം കൊടുക്കണ്ട, കാരണം ഓൾറെഡി ഇവർക്ക് ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി 2 മില്ലിഗ്രാം കൊടുത്തിട്ട് ടോസിസിന് ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലെങ്കിൽ നമ്മൾ 8 മില്ലിഗ്രാം കൂടെ കൊടുത്തിട്ട് ടോസിസ് ഇംപ്രൂവ്മെന്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറയുന്നുണ്ടോ എന്ന്. ഓക്കെ, ഇത് ആണ് നമ്മുടെ എഡ്രോഫോണിയം ടെസ്റ്റ്, അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ്, അല്ലെങ്കിൽ ആന്റികോളിൻ എസ്ട്രേസ് ടെസ്റ്റ് എന്ന് പറയും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോളിനർജിക് ക്രൈസിസ് ഉണ്ടാവും 10 മില്ലിഗ്രാം ഒറ്റയടിക്ക് കൊടുത്താൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അട്രോപ്പിൻ റെഡിയാക്കി വെച്ചേക്കണം. ഓക്കെ, കോളിനർജിക് ക്രൈസിസ് ഉണ്ടാവുന്നതിന് ഇങ്ങനെ നമ്മൾ അറിയാതെ കൊടുത്തു പോവുകയാണെങ്കിൽ അട്രോപ്പിനും കൂടെ റെഡിയാക്കി വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആന്റിബോഡീസ് എല്ലാം നോക്കി, പിന്നെ നമ്മൾ സിംഗിൾ ഫൈബർ ഇലക്ട്രോൺ മയോഗ്രഫി നോക്കി, പിന്നെ റെപ്പിറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ ടെസ്റ്റ് നോക്കി, എഡ്രോഫോണിയം ടെസ്റ്റ് ചെയ്ത്. ഇനിയുള്ളതാണ് ഐസ്പാക്ക് ടെസ്റ്റ്. ഐസ്പാക്ക് ഇതെന്ന് പറഞ്ഞാൽ ടോസിസ് ഉള്ള ഒരു ഐ, ആ ഐയിൽ നമ്മൾ ഐസ്പാക്ക് ഇല്ലേ, നമ്മൾ കാലിലൊക്കെ വേദനയ്ക്ക് വരും, ആ സംഭവം എടുത്ത് വെക്കുക. അപ്പം ഈ അസറ്റൈക്കോളിൻ എസ്ട്രേസ് എന്ന് പറഞ്ഞ എൻസൈം ഭയങ്കര സെൻസിറ്റീവ് ആണ് ടെമ്പറേച്ചറിന്, സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഈ ആക്ടിവിറ്റി, അസറ്റൈക്കോളിൻ എസ്ട്രേസിന്റെ ആക്ടിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ സമയം അസറ്റൈക്കോളിൻ അവിടെ നിൽക്കും. മനസ്സിലായോ? അതായത് നമ്മളിപ്പം അസറ്റൈക്കോളിൻ എസ്ട്രേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് അസറ്റൈൽ കൊളൈൻ. അപ്പൊ ഈ എസ്റ്ററേസ് വന്ന് അസറ്റൈക്കോളിൻ എസ്ട്രേസ് വന്ന് ഈ അസറ്റൈക്കോളിനെ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് കളയുക. അപ്പൊ നമ്മൾ ഈ ഐസ് വെക്കുമ്പോഴത്തേക്കും ഈ എൻസൈംസിനൊക്കെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണമല്ലോ ആക്ട് ചെയ്യാൻ. ഈ അപ്പം അസറ്റൈക്കോളിൻ എസ്ട്രേസിന് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് വേണമായിരുന്നു. ഐസ് വെച്ചത് 4 ഡിഗ്രി സെൽഷ്യസ് ആയി മാറിയെന്ന് വെച്ചോ. അപ്പൊ ഈ എൻസൈമിന് ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ ഡീഗ്രഡേഷൻ നടക്കത്തില്ല. അപ്പൊ കുറച്ചും കൂടെ സമയം ഈ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ഈ അസറ്റൈക്കോളിൻ നിൽക്കും. അപ്പൊ ടോസിസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. മനസ്സിലായോ? അതായത് ഐസ് പാക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 3-5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കണ്ണി നോക്കുവാണെങ്കിൽ ടോസിസ് കുറഞ്ഞിരിക്കും. അതാണ് ഐസ് പാക്ക് ടെസ്റ്റ്. ഇതിന്റെ പിറകിലുള്ള സംഭവം പറഞ്ഞ അസറ്റൈക്കോളിൻ എൻസൈം എന്ന് പറഞ്ഞത് ഭയങ്കര സെൻസിറ്റീവ് ആണ് ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ ആക്ടിവിറ്റിയും കുറയും. ഓക്കെ, അതാണ് ഐസ് പാക്ക് ടെസ്റ്റ്. ഇനി അടുത്താണ് CT അല്ലെങ്കിൽ MRI ഹെഡ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടോസിസ്. അപ്പം ഈ ടോസിസ് എന്ന് പറഞ്ഞാൽ വേറെ കുറെ കണ്ടീഷനിലും നമുക്ക് ഈ ടോസിസ് വരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിരിക്കും ബെറി അനൂറിസം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പേസ് ഒക്കുപേയിങ് ലീഷൻ, അതൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ഈ ഒക്കുലോ മോട്ടോർ നെർവിനെ കംപ്രസ് ചെയ്യും.
ഈ ഒക്കുലോമോട്ടർ നെർവ്സ് ആണല്ലോ മറ്റേ എക്സ്ട്രാ ഒക്കുലർ മസിലിനെ ഇത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വീക്ക്നെസ് വരാം, അങ്ങനെ ടോസസ് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ബെറി ആന്യൂറിസം കൊണ്ടാണോ അല്ലെങ്കിൽ സ്പേസ് ഓക്യുപൈയിങ് ലീഷൻ എന്തെങ്കിലും കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ടോസസ് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് CT-MRI ഹെഡ് എടുക്കുന്നത്. ഓക്കെ, മയസ്തീനിയ ഗ്രേവിസ് കൊണ്ട് ടോസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ബെറി ആന്യൂറിസം എന്തെങ്കിലും കൊണ്ട് ടോസിസ് ഉണ്ടാവും. അപ്പൊ ഏതാന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CT-MRI ഹെഡ് എടുക്കുന്നത്. ഇനി CT ചെസ്റ്റ് ഇതെന്തിനാ? ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞായിരുന്നു, മോസ്റ്റ് കോമൺലി 70% തൈമോമ. അപ്പം മാസ് എഫക്ട് ഓഫ് തൈമോമ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ഓക്കെ, തൈമിക് ഹൈപ്പർപ്ലേസിയ ഉണ്ടോ. അപ്പം CT ചെസ്റ്റ് എടുക്കുക. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ കുറെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് കോ എക്സിസ്റ്റന്റ് ഉണ്ട് ഈ മയസ്തീനിയ ഗ്രേവിസിന്. അപ്പം കുറെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? TSH. ഗ്രേവ്സ് ഉണ്ടോ നോക്കുക, TSH. SLE ഉണ്ടോ നോക്കുക, എന്തുവാ? ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ് നോക്കുക. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ANA. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കാൻ റുമറ്റോയിഡ് ഫാക്ടർ നോക്കുക. ഓക്കെ, അപ്പം കോ എക്സിസ്റ്റന്റ് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടോ നോക്കാൻ അതിന്റെ സംഭവങ്ങളെല്ലാം നോക്കുക. TSH, പിന്നെ ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി, റുമറ്റോയിഡ് ഫാക്ടർ ഒക്കെ നോക്കുക. പിന്നെ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റാ. കാരണം എന്ന് വെച്ചാൽ ഈ മയസ്തീനിയ ഗ്രേവിസ് ഉള്ളവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒന്നെങ്കിൽ സ്റ്റിറോയിഡ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തൈമക്ടമി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴും ലങ്സിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ നമ്മൾ സ്റ്റീറോയിഡോ തൈമക്ടമി ഒക്കെ ചെയ്യാവുള്ളൂ. കാരണം ഈ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഏജന്റ്. അപ്പം ഇപ്പൊ ഒരാൾക്കൊരു ഡയബറ്റിസ് മെൽറ്റസ് അല്ലെങ്കിൽ ഒരു TB ഉണ്ട്. ഓക്കെ, അപ്പൊ TB ഒക്കെ ഉണ്ടപ്പോൾ ഓൾറെഡി ലങ്സിൽ TB ഉണ്ട്, നമ്മൾ സ്റ്റീറോയിഡും കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സുഖമാണ്. TB കുറച്ചും കൂടെ എന്തുവാ പ്രോലിഫറേറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര സിവിയർ ആവും. മനസ്സിലായോ? അപ്പൊ ഡയബറ്റിസ് മെൽറ്റസ് TB ഒക്കെ റൂൾ ഔട്ട് ചെയ്യാനാണ് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തൈമക്ടമി ചെയ്യുന്നതിന് മുമ്പ് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്നാ. ഓക്കെ, അപ്പൊ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്തായാലും ചെയ്യണം. അപ്പൊ സ്റ്റീറോയിഡ് കൊടുക്കുവാണെങ്കിൽ ഓൾറെഡി TB ഒക്കെ ഉള്ള ആളാണെങ്കിൽ പിന്നെ TB സിവിയർ ആവും, വേഴ്സൺ ആവും. അതുകൊണ്ടാണ് നമ്മൾ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ ഞാനിപ്പോ പറഞ്ഞത് തന്നെ ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് HbA1c നോക്കണം. പിന്നെ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് അത് നോക്കണം, TB ഉണ്ടോ എന്നറിയാം. പിന്നെ ഒരു സൈൻ ആണ് പീപ്പ് സൈൻ. പക്ഷെ ഗൂഗിളിൽ നോക്കിയപ്പോ അവര് പീക്ക് സൈൻ എന്നാ പറഞ്ഞു കേട്ടോ. ഏതാന്ന് എനിക്കറിയത്തില്ല, എന്തായാലും P ഉണ്ട്. ഇതെന്ന് പറയുമ്പം ഇതുണ്ടോ, ഈ പേഷ്യന്റ് അടുത്ത് നമ്മൾ പറയുവാണ് ഇവരോട് നമ്മൾ കൺട്രാക്ട് ചെയ്യാൻ പറയുക, കണ്ണങ്ങ് ഇറുകി അടയ്ക്കാൻ പറയുക. പക്ഷെ ഇവർക്കാണെങ്കിൽ കണ്ണ് ഇറുക്കി അടയ്ക്കാൻ പറ്റത്തില്ല. ഇവർ എത്ര അടച്ചാലും കുറച്ച് സ്ക്ലിയർ നമുക്ക് കാണാൻ പറ്റും, ആ വൈറ്റ് പോർഷൻ ഓഫ് സ്ക്ലിയർ കാണാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ പീപ്പ് സൈൻ എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ടു സസ്റ്റെയിൻ കൺട്രാക്ഷൻ ഓഫ് ഓർബിക്കുലാരിസ് ഒക്കുലെ. ഓക്കെ, ഇവർക്ക് ഒരു 30 സെക്കൻഡ് പോലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ. മനസ്സിലായോ? ടോസസും അതുപോലെ 30 സെക്കൻഡ് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മുകളിലോട്ട് നേരത്തെ നോക്കാൻ പറഞ്ഞില്ലേ ഗെയ്സ് ഹെഡ്രോഫോണിയം ടെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോഴും ഇതുപോലെ 30 സെക്കൻഡ് കൂടുതലൊന്നും ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ TB ഒക്കെ കാണുവാണെങ്കിൽ ഇവർക്ക് ഈ ടോസസ് കൂടും, ഭയങ്കര വീക്കനിങ് ഒക്കെ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയുവാണ്. ആന്റിബോഡീസ് ടെസ്റ്റ് പറഞ്ഞു, ആ 3 എഴുതണം. പിന്നെ നമ്മൾ പറഞ്ഞത് സിംഗിൾ ഫൈബർ ഇലക്ട്രോൺ മയോഗ്രഫി പറഞ്ഞു. ഫൈൻഡിങ് എന്തായിരുന്നു സിംഗിൾ ഫൈബർ ഇലക്ട്രോൺ മയോഗ്രഫിയുടെ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺട്രാക്ഷൻ കുറയും, മസിൽ കൺട്രാക്ഷൻ കുറയും. പിന്നെ റെപ്പറ്റേറ്റീവ് നെർവ് സ്റ്റിമുലേഷൻ, അതിനകത്ത് ഡിക്രിമെന്റൽ റെസ്പോൺസ്, ആ വാക്ക് മാത്രം മതി കേട്ടോ, ഡിക്രിമെന്റൽ റെസ്പോൺസ്. പിന്നെ നമ്മുടെ ഹെഡ്രോഫോണിയം ടെസ്റ്റ്, ടോസസ് കുറയുന്നു, ആബ്സെന്റ് ആവുന്നു, വീണ്ടും റീഅപ്പിയർ ആഫ്റ്റർ 5 മിനിറ്റ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹെഡ്രോഫോണിയത്തിന് 5 മിനിറ്റ് ആക്ഷനേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും ടോസസ് റീഅപ്പിയർ ചെയ്യുന്നത്. പിന്നെ ഓവർഡോസ് ആയിപ്പോയി, അതായത് 10 മില്ലിഗ്രാം ഒറ്റയടിക്ക് കൊടുത്താൽ സ്ലഡ്ജ്, കോളിനർജിക് ക്രൈസിസ് ഓർക്കുക. പിന്നെ ഐസ് പാക്ക് ടെസ്റ്റ്, ഐസ് വെക്കുമ്പോഴത്തേക്കും എന്തുവാ അസിറ്റൈൽകോളിൻ എസ്റ്ററേസ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ടോസസ് കുറയും. പിന്നെ CT-MRI ഹെഡ്, CT ചെസ്റ്റ്, പിന്നെ ഹാഷിമോട്ടോസ് അതുപോലൊക്കെ റൂൾ ഔട്ട് ചെയ്യുക. പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ ഡയബറ്റിസ് ആണോ എന്ന് അറിയാം, HbA1c, ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ്, പിന്നെ പീപ്പ് സൈൻ. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് വരാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് പൈറിഡോസ്റ്റിക്മിൻ ആണ്. പൈറിഡോസ്റ്റിക്മിൻ. ഓക്കെ, ഈ പൈറിഡോസ്റ്റിക്മിൻ എന്ന് പറയുന്നത് എന്തുവാണ്? അസിറ്റൈൽകോളിൻ എസ്റ്ററേസ്, ഹെഡ്രോഫോണിയത്തിനെ പോലെ തന്നെയാണ്, അസിറ്റൈൽകോളിൻ എസ്റ്ററേസിന്റെ ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, അപ്പം ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന പൈറിഡോസ്റ്റിക്മിൻ ആണ്. ഇതൊരു ജസ്റ്റ് സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി മാത്രമുള്ള ഒരു ഡ്രഗ് ആണ്. ഓക്കെ, അപ്പം നമ്മളൊരു ജനറലൈസ്ഡ് മയസ്തീനിയ ഗ്രേവിസ്, അതായത് ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറെ ജോയിന്റ് അങ്ങനത്തെ ഉള്ള എല്ലാ ഇൻവോൾവ്മെന്റും ഉണ്ട്, അവർക്ക് നമ്മൾ പൈറിഡോസ്റ്റിക്മിൻ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ട് അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലെങ്കിൽ
ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലെങ്കിൽ നമ്മൾ തൈമക്ടമി ചെയ്യണം. കാരണം തൈമോമിയോ തൈമിക് ഹൈപ്പർപ്ലേസിയ ഞാൻ പറഞ്ഞു 70% അസോസിയേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് തൈമക്ടമി ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യണം? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ ഗുഡ് ആണോ എന്നൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ടേ തൈമക്ടമി ചെയ്യാവുള്ളൂ. ഓക്കെ. ഈ തൈമക്ടമി ചെയ്യുന്നതുകൊണ്ടുള്ള 2 ഗുണങ്ങൾ, ഈ മയസ്തീനിക് ഗ്രേവ്സ് പേഷ്യന്റിൽ തൈമക്ടമി ചെയ്യുന്നതുകൊണ്ട് 2 ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് ഈ തൈമസ് എൻലാർജ് ചെയ്യുമ്പോൾ കുറെ മാസ് എഫക്റ്റ് ഉണ്ടല്ലോ, മറ്റേ സുപ്പീരിയർ വീന കാവൽ സിൻഡ്രോം അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റീറോയിഡ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ആ സ്റ്റീറോയിഡിന്റെ ഡോസ് കുറയ്ക്കാം. കാരണം ഈ തൈമസ് ആണല്ലോ കുറെ ആന്റിബോഡി ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ തൈമസ് റിമൂവ് ചെയ്ത് നമുക്ക് കൊടുക്കുന്ന സ്റ്റീറോയിഡിന്റെ ഡ്രഗിന്റെ അളവും കുറയ്ക്കാം, ഡോസ് കുറയ്ക്കാം. ഒന്നാമത്തെ ഡോസ് കുറയ്ക്കാം, മറ്റേത് മാസ് എഫക്റ്റ് കുറയ്ക്കാം. ഓക്കെ. അതായത് ജനറലൈസ്ഡ് ആയിട്ട് മയസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യന്റ് വരിക, പൈറിഡോസ്റ്റിക്മിൻ ആദ്യം കൊടുക്കുക. അത് കൊടുത്തിട്ട് വലിയ ഗുണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റിയും പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് തൈമക്ടമി ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്ത് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് സ്റ്റീറോയിഡ്. സ്റ്റീറോയിഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഇമ്മ്യൂണോസപ്രസൻസ് ആയ വേറെ അസത്തയോപ്രിൻ, മൈക്കോഫീനോളേറ്റ് ഒക്കെ കൊടുക്കാം. ഓക്കെ. ഇനി ഇതാണ് മേജർ ഡ്രഗ് പൈറിഡോസ്റ്റിക്മിൻ. ഡോസ് ഒന്നും ഇല്ല കേട്ടോ ടെസ്റ്റിൽ, അതുകൊണ്ട് പിന്നെ ഞാൻ പറയാൻ നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഈ മയസ്തീനിക് ക്രൈസിസ്, കോളിനർജിക് ക്രൈസിസ് ഞാൻ പറഞ്ഞല്ലോ, ഓവർഡോസ് കൊടുക്കുമ്പോഴാണ് ആ സംഭവം. ഈ മയസ്തീനിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ മയസ്തീനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സിംറ്റംസും ഭയങ്കര വേഴ്സൺ ആവും. ഓക്കെ. അപ്പൊ ഈ പേഷ്യൻസിന് നമ്മൾ കൊണ്ടുവന്ന ഉടൻ തന്നെ നമ്മൾ ആദ്യം ഇൻറ്റുബേഷൻ അല്ലെങ്കിൽ വെന്റിലേഷൻ ഒക്കെ കൊടുക്കണം. ഫസ്റ്റ് ലൈൻ അതാ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പൈറിഡോസ്റ്റിക്മീൻ ഒക്കെ കൊടുത്തോണ്ടിരുന്ന പേഷ്യന്റ് വടിയായി പോകും അത്രയും സമയം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്ലാസ്മ ഫെറസിസ് ചെയ്യും. പ്ലാസ്മ ഫെറസിസ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിൻ, നമ്മൾ ഗില്ലൻബാരെ പഠിച്ച പോലെ തന്നെ സംഭവം. ഓക്കെ. ഇതെന്ന് പറഞ്ഞ ഒരു റാപ്പിഡ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. റാപ്പിഡ്ലി റെഡ്യൂസ് ദ വീക്ക്നെസ് എന്നാ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡി റാപ്പിഡ്ലി റെഡ്യൂസ് ചെയ്യും, പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആണ്. പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞാൽ ആൽഫി പറഞ്ഞ പോലെ തന്നെ അന്ന് ബ്ലഡ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ഇതിന്റെ അകത്തുള്ള ആന്റിബോഡീസിനെ പ്യൂരിഫൈ ചെയ്ത് കളയുന്നു, എന്നിട്ട് ബാക്കി ബ്ലഡ് തിരിച്ചു കയറ്റുന്നു. ഓക്കെ. ഇനി ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിനും മറ്റേ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. ഗില്ലൻബാരയുടെ അതേപോലെ തന്നെയാണ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ആന്റിബോഡീസ് ഉണ്ടല്ലോ, അതെല്ലാം IgG ആണ്. ഞാൻ പറഞ്ഞല്ലോ അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആന്റിബോഡീസ്, ആന്റി മസ്ക് എല്ലാം IgG ക്ലാസ് ആണ്. ഓക്കെ. അപ്പം മയസ്തീനിക് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് വെന്റിലേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് പ്ലാസ്മ ഫെറസിസും ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിൻ. ഇനി ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ഉള്ള ട്രീറ്റ്മെന്റ്, അതായത് കുറെ കാലമായിട്ട് ഇയാൾക്ക് മയസ്തീനിക് ഗ്രേവിസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് ഈ സെയിം തന്നെ പ്ലാസ്മ ഫെറസിസും ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിനും കൊടുക്കാം. ഓക്കെ. ഒരു ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണ് എന്തായാലും ഇത്. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, പ്ലാസ്മ ഫെറസിസും ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിൻ. ഇനി അടുത്തയാണ് നിയോനേറ്റൽ മയസ്തീനിയ ഗ്രേവിസ്. ഇതെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ എല്ലാ ആന്റിബോഡിയും IgG ആണ്. IgGക്ക് പ്ലാസന്റെ വഴി സൂപ്പർ ആയിട്ട് ക്രോസ് ചെയ്ത് പോവാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ കുട്ടിക്ക് എന്തുണ്ടാവും? മയസ്തീനിയ ഗ്രേവിസ് ഉണ്ടാവും. കാരണം പ്ലാസന്റെ വഴി IgG ക്രോസ് ചെയ്യുമല്ലോ, കുഴപ്പമില്ല. ഓക്കെ. അതുകൊണ്ട് ഈ കുട്ടി പ്രസന്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, പാല് കുടിക്കത്തില്ല കൊച്ച്. അതുപോലെ തന്നെ എന്ത് കുടിച്ചാലും അപ്പൊ തന്നെ ഛർദിക്കും, ചോക്കിങ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റ്, ഇത് ഇത്രയായിരിക്കും പ്രസന്റിങ് ആയിട്ട് വരുന്നത്. ഓക്കെ. ബ്രസ്റ്റ് ഫീഡിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും, എന്ത് ചോക്കിങ്, റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റ്. ഇവർക്ക് നമുക്ക് പൈറിഡോസ്റ്റിക്മിൻ കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ കൊടുക്കുന്നത് നിയോസ്റ്റിക്മിൻ ആണ്. ഓക്കെ. കുട്ടികളിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് നിയോസ്റ്റിക്മിൻ ആണ്. അത് നമ്മൾ ഡ്രോപ്പ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. അറ്റ്ലീസ്റ്റ് ഒരു 1 month ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രോസ് ചെയ്യുന്ന എല്ലാ ആന്റിബോഡി, ഇപ്പം മയാസ്തീനിയയുടെ ആന്റിബോഡീസ് ആണെങ്കിലും ഇനി അമ്മ കുട്ടിക്ക് കൊടുക്കുന്ന മെറ്റേണൽ ആന്റിബോഡീസ് ആണെങ്കിലും 1 month കഴിയുമ്പോൾ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ അതെല്ലാം എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ട് 1 month വരെ നമുക്ക് ഇത് കൊടുത്താൽ മതി. ബാക്കി കുട്ടിയുടെ ആന്റിബോഡീസ് തന്നെ, കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഈ ആന്റിബോഡീസിനെ അങ്ങ് ഡിസ്ട്രക്ട് ചെയ്തോളൂ. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് 1 month കൊടുത്താൽ മതി. മനസ്സിലായോ? ഹലോ. അതായത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവർ തന്നെ താൻ ഡിസ്ട്രോയ് ചെയ്തോളൂ. നമ്മൾ ഈ മരുന്ന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, അവർ തന്നെ താൻ ചെയ്തോളൂ. ഇനി നമുക്ക് പീരിഡോസ്റ്റിക്മിനും ഫൈസോസ്റ്റിക്മിനും ഒരേ ഡ്രഗ്, ഒരേ ക്ലാസിഫിക്കേഷൻ വരുന്നതാണോ? ഐസോസ്റ്റിക്മിനോ? ഫൈസോസ്റ്റിക്മിൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ട്, ഒരേ ക്ലാസ് ആണോന്ന് ഓർമ്മയില്ല, ഇപ്പൊ ഓർമ്മയുണ്ട്. ഫൈസോ PHY.
അറിയില്ല, എന്തെങ്കിലും നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ള ഒരു സംഭവമാണ് ലാംബർട്ട് ഈറ്റൺ സിൻഡ്രോം. ലാംബർട്ട്. അത് അടുത്ത ലിങ്ക് എടുത്താലോ? ആ പെട്ടെന്ന് തീരുമോ ഓക്കെ ഇത്? ഓക്കെ. ആ ഇച്ചിരി ഉള്ളൂ. ഓക്കെ അല്ല ഇതിനകത്ത് പറ്റത്തില്ല, കുറച്ചുണ്ട്. ഉണ്ട്. അടുത്ത ലിങ്ക് എടുക്കാം. ഓക്കെ. ക്ലോസ് ചെയ്ത്.